അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു കിടിലൻ സാധനമായിട്ടാണ്. നമുക്ക് കുറച്ച് ഡയമണ്ടിൻ്റെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് നെക്ലസ് ഷോപ്പിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന കുറച്ച് നെക്ലസ്സുകളൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള പുതിയൊരു സ്റ്റോക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാംസ് ഡിസൈനിൽ ബട്ടർഫ്ലൈ വരുന്നതാണ്. ബട്ടർഫ്ലൈയുടെ സെൻറ്ററിൽ കുറച്ച് ഡയമണ്ട്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനാണ്. ചെയിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചെയിനാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ചെയിൻ തന്നെ, അതിനകത്ത് ചെറിയ ചെറിയ ലോക്കറ്റുകൾ. നേരത്തെ കണ്ട ബട്ടർഫ്ലൈയുടെ അത്രയില്ല, ഏകദേശം ഒരു 5 ലോക്കറ്റ് പോലെ സെറ്റ് ചെയ്തിട്ട്, അതും ചാംസ് പോലെ തന്നെ ആ ലോക്കറ്റുകളിൽ ഡയമണ്ട് വരുന്ന രീതിയിലുള്ള ഒരു കളക്ഷനാണിത്. ഇതിനകത്ത് ചെയിന് നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ മിന്നൽ ചെയിൻ എന്നാണ് അതിനെ പറയുന്നത്. ഒരു സ്ഥലത്ത് ഓരോ പേരാണ്, പക്ഷേ നമ്മളിവിടെ അറിയപ്പെടുന്ന മിന്നൽ ചെയിൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും. പിന്നെ ബോക്സ് ചെയിനിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത്രയും ഫ്ലെക്സിബിളായിട്ട് ചെയിൻ കിടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയിൻ ഉപയോഗിക്കാനായിട്ടുള്ള കാരണം. അടുത്ത കളക്ഷൻ കോമൺ ആയിട്ട് നമുക്ക് ഡയമണ്ടിൻ്റെ ലൈറ്റ് വെയിറ്റ് നെക്ലസ്സിൽ വരുന്ന ബോക്സ് ചെയിൻ വന്നിട്ട് അതിൻ്റെ താഴെ ഒരു ലോക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് സെൻറ്ററിൽ ഒരു ഹാർട്ട് ഷേപ്പും രണ്ട് സൈഡിലും ഒരു ഒരു ബട്ടർഫ്ലൈയുടെ ചിറക് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് ഡയമണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണത്. ഇതിന് ഈ ബോക്സ് ചെയിൻ ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും. എല്ലാവർക്കും അറിയാമല്ലോ ബോക്സ് ചെയിനെ പറ്റി. ബോക്സ് ചെയിൻ നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഏകദേശം 1/2 ഗ്രാം തൊട്ട് ചെയിനുകൾ അവൈലബിൾ ആണ്. അത് 18 ക്യാരറ്റ് ആണ്, 22 അല്ല. 22 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 പിടി നീളം വരണമെങ്കിൽ, അത്യാവശ്യം സ്ട്രോങ് ആവണമെങ്കിൽ ഒരു 3 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാമെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം ബലം കിട്ടത്തുള്ളൂ. ഇത് 18 ക്യാരറ്റ് ആണ്, ഡയമണ്ട് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ മുമ്പേ കണ്ട അതേ സെയിം പാറ്റേണിൽ വരുന്ന ചെറിയൊരു ഫ്ലവറും ചെറിയ ലീഫ് പോലെ കൊടുത്തിട്ട് അതിനകത്ത് ഡയമണ്ട് വെച്ചിട്ടുള്ളതാണ്. നേരത്തെ പോലെ അതേപോലെ തന്നെ ബോക്സ് ചെയിൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് റോസ് ഗോൾഡാണ് ചെയിൻ യൂസ് ചെയ്തിട്ടുള്ളത്, യെല്ലോ അല്ല. അപ്പോൾ കൂടുതൽ ആളുകൾ ബോക്സ് ചെയിൻ്റെ യെല്ലോ ഗോൾഡ് ചോദിക്കുന്നത് വളരെ അപൂർവമാണ്. കൂടുതലും ആളുകൾക്ക് റോസ് ഗോൾഡിനോട് താല്പര്യം. പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ താല്പര്യം യെല്ലോ ആണ്. ഇതിനേക്കാൾ കുറച്ചുകൂടെ ചെയിന് കുറച്ചുകൂടെ ഭംഗി യെല്ലോ ഗോൾഡിലാണ് കുറച്ചുകൂടെ കാണാവുന്നത്. പിന്നെ നമുക്ക് അവസാനത്തെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ പരസ്പരം മോഡൽ വരുന്ന, പരസ്പരമല്ല, ഏകദേശം ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈനകത്ത് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് കാഴ്ചയിൽ അത് മൊത്തം സ്റ്റോൺ ആയിട്ടാണ് തോന്നുന്നതെങ്കിലും അതിനകത്ത് ഒരു സ്റ്റോണാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി അതിൻ്റെ റോഡിയം മിക്സ് വരുമ്പോൾ കാഴ്ചയിൽ ഒരുപാട് ഡയമണ്ട് ഉള്ളതുപോലെ തോന്നിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനാണ്. ഇത് ഡെയിലി യൂസിനും
അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി ഈ ഒരു പ്രത്യേക ഒരു ഭംഗി ഈ കളക്ഷന് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ എൻക്വയറി നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഷോപ്പുകളുള്ള അറിയാലോ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പയ്യന്നൂരാണ് ഷോപ്പുള്ളത്. എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മാക്സിമം എല്ലാത്തിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതിന് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു കിടിലൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.